ഗസയിൽ തങ്ങളെ എതിർത്തവരെ പരസ്യമായി കൂട്ടക്കൊല ചെയ്തു ഹമാസ് എന്ന ആരോപണവുമായി ഇപ്പോൾ ഇസ്രയേൽ രംഗത്ത് വന്നിരിക്കുകയാണ്. ഹമാസിനെ പൂർണ്ണമായി തുടച്ചു നീക്കണമെന്നാണ് ഇസ്രയേൽ ആഹ്വാനവുമായി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഒരിടത്തും ഹമാസ് അവശേഷിക്കാൻ പാടില്ല, അത് അനുവദിക്കരുതെന്ന് ഇസ്രയേൽ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഗസയിൽ തങ്ങളെ എതിർത്തവരെ ഹമാസ് പരസ്യമായി കൂട്ടക്കൊല ചെയ്യുന്ന വീഡിയോ പുറത്തുവിട്ടുകൊണ്ടാണ് ഇസ്രയേലിലെ ഇത്തരത്തിലുള്ള ആരോപണം ഇപ്പോൾ വന്നിരിക്കുന്നത്. അതേസമയം ഗസയിലെ വെടിനിർത്തൽ കരാറിൽ ഇനി എന്തെന്ന കാര്യത്തിൽ കടുത്ത അനിശ്ചിതത്വം തുടരുകയാണ്. തടവിൽ മരിച്ച 28 ബന്ദികളുടെയും 28 ബന്ദികളിൽ 4 പേരുടെ മാത്രം മൃതദേഹമാണ് ഇപ്പോൾ ഹമാസ് ഇതുവരെ കൈമാറിയിരിക്കുന്നത്. മറ്റുള്ളവരുടെ മൃതശരീരം വീണ്ടെടുക്കാനായില്ലെന്നാണ് ഹമാസിന്റെ അവകാശവാദം. ഇത് ചതിയാണെന്ന് ബന്ധുക്കളുടെ കുടുംബങ്ങൾ പറയുന്നുണ്ട്. തടവുകാലത്ത് ക്രൂര പീഡനമേറ്റും എന്നും ഈ ബന്ദികളൊക്കെ പറയുന്നുണ്ട്. ഹമാസ് പൂർണ്ണമായും നിരായുധരായാൽ മാത്രമേ യുദ്ധം അവസാനിപ്പിക്കൂ എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇസ്രായേൽ സൈന്യം ഗസയിൽ നിന്ന് പൂർണ്ണമായി പിൻവാങ്ങുകയും യുദ്ധം വീണ്ടും തുടങ്ങില്ല എന്നും ഉറപ്പാക്കുകയും ചെയ്യണമെന്നാണ് ഹമാസ് ആവശ്യപ്പെടുന്നത്. ഇതടക്കം ഒട്ടേറെ വിഷയങ്ങളിൽ ഭിന്നത തുടരുകയാണ്. ഗസയുടെ ഭരണ ചുമതല ഇനി ആർക്കായിരിക്കും എന്നതിലാണ് ഏറ്റവും വലിയ അനിശ്ചിതത്വം. ബന്ധുക്കളുടെയും തടവുകാരുടെയും ഒക്കെ കൈമാറ്റം നല്ല ഒരു തുടക്കമായി ലോകരാജ്യങ്ങൾ പറയുന്നുണ്ട്, വിലയിരുത്തുന്നുണ്ട്. എങ്കിലും ഭാവി എന്ത്, ഗസയുടെ ഭാവി എന്ത് എന്ന്, വെസ്റ്റ് ബാങ്കിന്റെ ഭാവി എന്ത് എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല എന്ന് വേണം പറയാൻ. വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് ബേസിക്കലി ജോർഡനും സിറിയയിലുമുള്ള ആൾക്കാർ തന്നെയാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം സിറിയ ആകുമെന്നാണ് സിറിയക്കാർ കരുതിയിരുന്നത്. അതാണ് പാലസ്തീൻ മൊത്തവും ജോർഡൻ ആണെന്നാണ് ജോർഡന്റെ രാജാവ് കരുതിയിരുന്നത്. ഗസ തങ്ങളുടെ കോളനിയാണെന്നാണ് ഈജിപ്റ്റ് കരുതിയിരുന്നത്. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ ഇനി ആദ്യത്തെ കാര്യം നോക്കേണ്ടത് എന്തായിരിക്കും, അതായത് ഗസയിൽ നടക്കാൻ പോകുന്നത് ഒരു സിവിൽ വാർ അവിടെ നടക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന സൂചനകൾ. സിവിൽ വാർ എന്ന് പറയുമ്പോൾ അൽ ഷഹാബ് എന്നൊക്കെ പറയുന്ന ഉൾപ്പെടെയുള്ള ഒരു വിമത ഗ്രൂപ്പുകൾ അവിടെ ഉണ്ട്. അതായത് 10ഓളം ഗ്രൂപ്പുകളാണ് ഇങ്ങനെ ഇത്തരത്തിൽ ഗാസയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതിൽ പലതും ഈ ക്ലാൻസ് ആണ്, അതായത് ട്രൈബ്സ് ആണ്, അതായത് ഗോത്രവർഗ്ഗങ്ങളാണ്. അങ്ങനെ പല കുടുംബങ്ങളൊക്കെയാണ് അവിടെ ഉള്ളതെന്നാണ് പറയുന്നത്. ഈ പാലസ്തീൻ എന്നൊക്കെ പറയുന്നതിനെ എന്താ പറയുക, ഒരു ഹെട്രോജീനിയസ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അതായത് ഒരു പലതരത്തിലുള്ള ആളുകൾ, പല വംശങ്ങളിൽ നിന്നുള്ള ആളുകൾ അവിടെയുണ്ട്. ഒരു വത്തക്ക പതാകയൊക്കെ ആയിട്ട് നടക്കുന്നു എന്നതല്ലാതെ ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു ജൂതൻ എന്നുള്ളത് പറയുന്നത് പോലെ ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഒരു സിംഗുലർ ഐഡന്റിറ്റി അവിടെ ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. ഒരു പൊതു ഐഡന്റിറ്റി ഇവർക്കില്ല. ഇവർക്ക് ഏറ്റവും വലിയ ഐക്യം ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നത് ഇവർ ഈ ഖുറാൻ എന്ന് പറയുന്നത്, അതായത് മുഹമ്മദ് നബിയുടെ രചനയായിട്ടുള്ള ഖുറാനിൽ നിന്ന് വരുന്ന ചില ആശയങ്ങളാണ്, ഇസ്ലാമിക മതഗ്രന്ഥങ്ങളിൽ കാണുന്ന ചില ആശയങ്ങളിലാണ് ഇവർ ഒത്തുപോകുന്നത്. പൊതുവെ അത് ഇറാൻ പോലും പങ്കിടുന്ന, ഷിയകൾ പോലും പങ്കിടുന്നുണ്ട്. അത് അങ്ങനെയുള്ള ചില ആശയങ്ങളാണ്. അതിലൊന്നാണ് ഈ ഖുറാനിൽ പറയുന്ന ഒരു മുഹമ്മദ് നബി അവസാന ശ്വാസത്തിലും ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ശപിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ശാപം പിന്നെ മതഗ്രന്ഥങ്ങളിൽ തന്നെയുള്ള പിന്നെ മറ്റ് ഒരുപാട് ജൂത വിരുദ്ധ റെഫറൻസുകളും ഒക്കെ എടുത്തു വരുമ്പോഴാണ് ഇവിടെയുള്ള ആളുകൾക്ക് ഇതൊരു ബാധ്യതയായിട്ട് മാറുന്നത്. ജൂതനെ ഇല്ലാതാക്കുക, അത് തന്നെയാണ് ഫത്ത എന്ന് പറയുന്നത്. അതാണല്ലോ ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഈ പേ ഫോർ സ്ലേ, അതായത് ഒരു കൊലയ്ക്ക് ഒരു സമ്മാനം എന്നുള്ള ഒരു രീതിയിലാണ് ഇവർ സ്വർഗത്തിൽ വെച്ച് ഇങ്ങനെ നിങ്ങൾ ഇവിടെ ചെയ്യുമ്പോൾ സ്വർഗത്തിൽ വെച്ച് നിനക്കിത് കിട്ടും എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളും ഹമാസുമായിട്ടുള്ള ഏറ്റുമുട്ടലുകളും ഉറപ്പാണ് എന്നുള്ളതിൽ തർക്കമില്ല. അത് അവിടെ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു എന്ന് വേണം നമുക്ക് പറയാൻ. അതായത് 30 പേര് അവിടെ ഇപ്പോൾ തന്നെ ഇതിനോടകം തന്നെ മരിച്ചു എന്നാണ് മലയാളത്തിലെ മാധ്യമങ്ങൾ അടക്കം കണ്ണീരൊഴുക്കിക്കൊണ്ട് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഇസ്രായേൽ മാറി 30 പേർ അവിടെ ഗസയിൽ കൊല്ലപ്പെട്ടു എന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഗസയിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് നടക്കുന്ന കൊലപാതകങ്ങളിൽ അല്ലെങ്കിൽ മരണങ്ങളിൽ ഇസ്രായേലിന് പങ്ക് ഈ മാധ്യമങ്ങൾ കൊടുക്കാത്തത് ആദ്യമായിട്ടാണ്. കാരണം നാച്ചുറൽ ഡെത്ത്, മൂക്കിപ്പനി തുടങ്ങിയും അവിടെയുള്ള സാധാരണ മരണങ്ങൾ ഉൾപ്പെടെ, ഹൃദയാഘാതങ്ങൾ ഉൾപ്പെടെ ഇസ്രായേലിന്റെ തലയിലാണ് ഇവർ കൊണ്ട് ഇടുന്നത്. അങ്ങനെ അല്ലാതെ ആകുന്നത് ഇപ്പോൾ ആദ്യമായിട്ടാണ്. കാരണം ഏതൊരു സമൂഹത്തിനും നമുക്കറിയാം അവിടെയുള്ള 20 ലക്ഷം പേർ ആളുകൾ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ നാച്ചുറൽ ഡെത്ത് തന്നെ അവിടെ ആയിരക്കണക്കിന് ആളുകൾ എല്ലാ വർഷവും അവിടെ ഉണ്ടാകാം. അപ്പോൾ നാച്ചുറൽ ഡെത്ത്, സ്വാഭാവിക മരണം ഏതൊരു സമൂഹത്തിനും ഒരു ബർത്ത് റേറ്റ്, ഒരു ഡെത്ത് റേറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഉണ്ട്. പക്ഷേ അവിടെ കഴിഞ്ഞ 2 വർഷം ഗസയിലെ സ്വാഭാവിക മരണങ്ങൾ പോലും ഇസ്രായേലിന്റെ ചുമലിലാണ് ഇവർ കൊണ്ട് ചുമത്തിക്കൊണ്ടിരുന്നത്. സുഖമരണം ഉണ്ടായ ആൾക്കാരുടെ മരണത്തിന്റെ ക്രെഡിറ്റ് പോലും ഇസ്രായേലിന്റെ അക്കൗണ്ടിലേക്കാണ് ഇവർ കൊണ്ടിട്ടിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഇന്നലെയും ഈ സിറ്റികളിലൂടെയൊക്കെ ഇവിടെ പ്രയാണം നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് തന്നെ ഹമാസിന്റെ മെമ്പേഴ്സ് എല്ലാം തന്നെ
കൊല്ലപ്പെടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പുതിയ വാർത്തകൾ. അതായത് ഈ ക്ലാനുകൾ, ഈ ഗോത്രങ്ങളുമായിട്ട് ഇവർ ഏറ്റുമുട്ടുന്നുണ്ട്. അവിടെ ഒരു അധികാര പിടിവലി അവിടെ നടക്കുന്നുണ്ട്. അതിൽ അവർ കൊല്ലപ്പെടുന്നുണ്ട്, അവർ കൊല്ലുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഹമാസ് ഇത്രയും പെട്ടെന്ന് തിരിച്ചു വരാൻ ഒരു കാരണം അവരെ വേട്ടയാടാൻ മറ്റുള്ളവർ ശ്രമിച്ചതാണോ, അതോ അവർ വേട്ടയാടാൻ ശ്രമിച്ച മറ്റുള്ളവർ അവർ പ്രതികരിച്ചതാണോ എന്നുള്ളത് വ്യക്തമല്ല. പക്ഷെ ഒരടി ഉറപ്പാണ് എന്തായാലും. 3 കാര്യങ്ങൾ, അതായത് ഒന്ന്, ഇസ്രയേൽ അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ, അതായത് ഹമാസിന്റെ നിരായുധീകരണം, ഈ പറയുന്ന തീവ്ര ഇസ്ലാമിക ഈ പറയുന്ന ഇതുപോലെയുള്ള ആശയങ്ങൾ, തീവ്ര ആശയങ്ങൾ അവിടെ നിന്ന് പാലസ്തീനിൽ നിന്ന് ഒഴിവാക്കണം തുടങ്ങിയുള്ള ഇസ്രയേലിന്റെ കാര്യങ്ങൾ, ലക്ഷ്യങ്ങൾ അവർ പുഷ് ചെയ്യുക തന്നെ ചെയ്യും. അവർ പുഷ് ചെയ്യാനുള്ള ഒരു മാൻഡേറ്റ് അവർക്കുണ്ട്. നെതന്യാഹു ഇപ്പോൾ ഇനിയിപ്പോൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, കുറെ ദിവസം അടങ്ങിയിരുന്നാൽ മാത്രം മതി. കാരണം ഈ ഒരു സമാധാന കരാർ ഒപ്പുവെച്ചപ്പോൾ തന്നെ സമാധാന കരാർ പാലിക്കുമ്പോഴാണ് സമാധാനം ഉണ്ടാകുന്നത്. അതാണ് അതിന്റെ ഫസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് തുടങ്ങിയത് തന്നെ. ഫസ്റ്റ് ഫേസ് കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തലവേദന അവിടെ തീർന്നിരിക്കുകയാണെന്ന് പറയേണ്ടി വരും. ഒന്നാമത് ആഭ്യന്തരമായിട്ടുള്ള സമ്മർദ്ദം ഇസ്രായേലിൽ അവസാനിക്കുകയാണ്. അവിടെ ഒരു ഹോസ്റ്റേജ് നഗറൊക്കെ ഇവർക്ക് ഉണ്ടായിരുന്നു. അതായത് ഇസ്രായേലിലെ ഹോസ്റ്റേജിന് വേണ്ടി പാട്ടും പാടി അങ്ങനെയൊക്കെയുള്ള സംസാരമൊക്കെ ആയിട്ട് കുറെ ആളുകൾ അവിടെ അങ്ങനെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ ചില നിരാഹാര ക്യാമ്പുകളിലൊക്കെ ഇങ്ങനെ നടത്തുന്നു, അതുപോലെ അതിനേക്കാൾ വലിയ ആളുകളൊക്കെ അറ്റൻഡ് ചെയ്ത ഒരു സംഗതിയാണ് ഈ ഹോസ്റ്റേജ് സെന്റർ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അവിടെ ഇനി ആളൊഴിയും, എന്തായാലും കിട്ടിയതുമായിട്ട് അവർ തിരിച്ചു പോകും. ജഡങ്ങളൊക്കെ ഇനി വരാനുണ്ട്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രധാനമായ കാര്യങ്ങൾ അവരെ മറവ് ചെയ്യണം. പിന്നെ ഇതിനിടയ്ക്ക് ചെറിയൊരു വിഷയം, അത് പറയുന്നത് അൽ ചഹാബ് എന്നൊക്കെ പറയുന്ന ഇങ്ങനെയുള്ള ചില ഗ്രൂപ്പുകളുണ്ടല്ലോ. അത് ഈ 300 പേര് 200 പേര് 250 പേരൊക്കെയുള്ള ഗോത്രങ്ങളാണ് ഇതൊക്കെ. അവർക്ക് സൈന്യമുണ്ട്. ഹമാസിന് നല്ല പൊരുപ്പൻ അടി കൊടുക്കാനുള്ള ശേഷിയുള്ളവരാണ് പലതും. അതിനകത്ത് തന്നെ ഹമാസിന് സ്വാഭാവികമായിട്ടും അവരുടെ ആയുധങ്ങൾ ഇത്രയും വർഷം, അതായത് ഈ 10-20 വർഷം ഭരണത്തിൽ തുടർന്നതിൻ്റെ ഒരു മേൽക്കൈ ഹമാസിനുമുണ്ട്. അപ്പൊ ഈ ഇസ്രയേൽ ഇവരെ ഉപേക്ഷിച്ചു പോകുന്നു എന്ന് പറയുമ്പോൾ ഇത് ഈ അൽ ഷഹാബ് എന്ന് പറയുന്ന ആൾക്കാർക്ക് അവരൊക്കെ പറയുന്നത് ഒരു അവരുടെ ആ ചീഫും ഒക്കെ പറയുന്നത് ഇങ്ങനെ നമ്മുടെ കാര്യം നോക്കണം, ഇസ്രയേൽ അങ്ങനെ പോകാൻ പാടില്ല, ഇസ്രയേൽ ഇവിടെ വിട്ടു പോകുമ്പോഴും അവരുടെ കാര്യം ടേക്ക് കെയർ ചെയ്തിട്ടുണ്ടാകുമെന്നാണ് നമ്മളിവിടെ ഇപ്പം മനസ്സിലാക്കേണ്ടത്. അത് കാരണം അവർക്കറിയാം, ഇസ്രയേലിനറിയാം നാളെ ഹമാസ് ഈ കരാർ പാലിക്കാൻ പോകുന്നില്ല. 1-ാം ഘട്ടത്തിനപ്പുറം കരാർ പോകാനുള്ള സാധ്യത ഇല്ല എന്നുള്ളത് ഇസ്രയേലിനറിയാം. ഇസ്രയേലിന് സമ്മതമാണ്. ഇസ്രയേലിന് സമ്മതമാണ്. ഇസ്രയേലിൽ 1-ാം ഘട്ടവും 2-ാം ഘട്ടവും 3-ാം ഘട്ടവും എല്ലാം ഇസ്രയേൽ തയ്യാറാണ്. ഇസ്രയേൽ ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യവുമില്ല. ഇനി ചെയ്യാനുള്ളത്, ഇനിയുള്ള ടെക്ക് ചെയ്യാനുള്ള കോളമൊക്കെ എല്ലാം ഇസ്രയേൽ ഓൾറെഡി ടെക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ഈ കോളം ഒന്നും ടെക്ക് ചെയ്യാതിരിക്കുന്നത് ഇപ്പോൾ ഹമാസ് മാത്രമാണ്. ഹമാസിന് ഇതിനകത്തൊരു കോളം പോലും ടെക്ക് ചെയ്യാൻ സാധിക്കുകയുമില്ല. വേണമെങ്കിൽ ഭരണത്തിൽ നിന്ന് പൊക്കോളാം എന്നുള്ളത് മാത്രം ടെക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ അവന്മാർ അവിടെ വളരെ വഴിയിലൂടെ തിരികെ ഭരണത്തിലേക്ക് വരാൻ തന്നെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഇസ്രായേൽ ഹമാസിന്റെ പൂർണ്ണമായ നിരായുധീകരണം എന്ന് ആവർത്തിച്ച് പറയുന്നത്. ഈ നിരായുധീകരണം അത് ഇവന്മാർ സമ്മതിക്കില്ല, ഇവർക്ക് ഇഷ്ടമല്ല. പക്ഷെ സമ്മതിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും അത് പലസ്തീനികളുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണം വന്നാൽ മാത്രമേ ഞങ്ങൾക്ക് അവർക്ക് ആയുധം കൈമാറാൻ ഞങ്ങൾ അവർക്ക് ആയുധം കൈമാറും, അതിനുശേഷം നമ്മൾ ഒഴിയുമെന്നൊക്കെ പറയുന്നു. അതിനർത്ഥം ഈ ആഹാരം ഹമാസിന് കൊടുക്കുന്ന ഏർപ്പാടാണ്. അതായത് പാലസ്തീനിലുള്ള ഒരു ഏജൻസിക്കും ആയുധം കൈമാറിയിട്ട് ഒരു കാര്യവുമില്ല. അവരെല്ലാം എങ്ങനെയാണ് ഈ ഹമാസ് അല്ലെങ്കിൽ ഈ ഗാസ നിയന്ത്രിക്കുന്നത് എന്ന് നമുക്കറിയാം. ഹമാസിനെ എല്ലാവർക്കും ഭയങ്കര പെരുത്ത് ഇഷ്ടമായിട്ടൊന്നുമല്ല, അവരുടെ ശരിക്കും വയലൻസ് കൊണ്ടാണ് അവർ നിയന്ത്രിക്കുന്നത്. ഇത് തന്നെ നിങ്ങളുടെ എന്താണ് പറയുന്നത്, നാക്കൊന്ന് അനങ്ങി ഇവർക്കെതിരെ നാക്കൊന്ന് പൊങ്ങിയാൽ അത് പറഞ്ഞതായി ഇവർ അറിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങളുടെ കഴുത്തിന് മുകളിൽ തല കാണില്ല. അതാണ് വയലൻസ്. ബേസിക്കലി ഇങ്ങനെ ഒരു ഒത്തൊരുമ, ഇതിനെ നമുക്ക് ഒത്തൊരുമ എന്നൊന്നും പറയാൻ പറ്റില്ല. അതായത് ഇവിടെ കളക്റ്റീവായിട്ട് ഒരു ഗസയിൽ ഒരു പണിഷ്മെന്റ് പാടില്ല എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം തന്നെ ഇതാണ്. ഗസൻ ജനത 90% ഹമാസിന്റെ ഐഡിയോളജിയെ പിന്തുണയ്ക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും ആ സർവേ റിസൾട്ടിന് നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ഓഫ് കോഴ്സ് ഭൂരിപക്ഷം പേർ ആൾക്കാരും അവിടെ ഈ ഹമാസിനെ പിന്തുണയ്ക്കുന്നവർ തന്നെ ആയിരിക്കാം. പക്ഷേ അവിടെ 2000 ഹമാസ് 2000 ഹമാസ് ഈ ഒക്ടോബർ 7-ന് 2000-3000-ഓളം വരുന്ന ജനങ്ങളോടൊപ്പമാണ് ഹമാസ് ഈ ജൂതനെ കൊല്ലാൻ വേണ്ടി ഇസ്രയേലിലേക്ക് കടന്നു കയറിയത്. പക്ഷെ അവിടെ അതിനെതിരെ ചിന്തിക്കുന്ന മനുഷ്യരുമുണ്ട് എന്നുള്ളത് പ്രസക്തമാണ്. അവരിൽ ചിലർ മാത്രം പുറത്തു വരുന്നു എന്നുള്ളത് കൊണ്ട് അത്രയേ ഉള്ളൂ എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. 12 പ്രകടനങ്ങൾ ഇതിനോടകം തന്നെ ഹമാസിനെതിരെ നടന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൽ പലതും 500 മുതൽ 1000 പേർ വരെ പങ്കെടുത്ത ഒരു പരിപാടികളായിരുന്നു, പ്രക്ഷോഭങ്ങളായിരുന്നു എന്ന് പറയുമ്പോൾ നല്ലൊരു വിഭാഗം ജനങ്ങൾക്ക് അവർക്ക് അവസരം വേണം ഇവർക്കെതിരെ നിൽക്കാൻ.
അവരുടെ അഭിപ്രായം പറയാൻ അവസരം വേണം, അവർക്ക് അവിടെ ജീവിക്കാൻ ഒരു അവസരം വേണമെന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് വളരെ പ്രസക്തവുമായ കാര്യമാണ്. ട്രംപിന് ഇപ്പോൾ എന്തായാലും ഒരു മാസമൊക്കെ കഴിഞ്ഞാൽ ഇത് ട്രംപിന് പിന്നെ റെസ്റ്റ് എടുക്കാം. ഞാൻ യുദ്ധവിരാമം ഉണ്ടാക്കി, ഇനി യുദ്ധം ഉണ്ടാകുന്നതിന് ഞാൻ ഉത്തരവാദിയല്ല എന്നൊക്കെ ട്രംപിന് പറഞ്ഞ് കൈ കഴുകാം. കരാർ ഉത്തരവാദിയല്ല. കാരണം ഈ 21 കരാറിന്റെ ഒരു നേച്ചർ വെച്ച് നോക്കുമ്പോൾ ഈ സാധനം ഇവിടെ നിൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇസ്രയേലിന് വളരെ കൃത്യമാണ്, അവർക്ക് ചെയ്യാനുള്ള ടാർഗറ്റുകളെല്ലാം തന്നെയുണ്ട്. അവർ ഗസയിലുണ്ട്. ഇപ്പോഴും 250 സ്ക്വയർ കിലോമീറ്റർ സ്ഥലം, അതായത് 365 250 സ്ക്വയർ കിലോമീറ്റർ IDF-ന്റെ കയ്യിലാണുള്ളത്. ഈ IDF പിന്മാറില്ല. IDF പിന്മാറണമെങ്കിൽ രണ്ടാം ഘട്ടം ഓണാവണം. രണ്ടാം ഘട്ടം ഓണാകണമെന്ന് പറഞ്ഞാൽ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് ഈ പറഞ്ഞ, അതായത് ഇത് ഇന്നത് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഇന്നത് ചെയ്യുള്ളൂ എന്നുള്ളതാണ് രണ്ടാമത്തെ ഘട്ടം. അപ്പോൾ IDF കുറച്ചുകൂടെയെങ്കിലും പുറകോട്ട് മാറണമെങ്കിൽ, ബഫർ സോണിലേക്ക് ഒരു മാറണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള സാധനങ്ങൾ കൂടി ഹമാസ് അംഗീകരിക്കേണ്ടി വരും. ബാക്കിയുള്ള സാധനങ്ങൾ ഓണാകണമെന്നുണ്ടെങ്കിൽ ഹമാസ് മെരുങ്ങിയേ പറ്റൂ എന്നുള്ളതാണ് വ്യക്തമായ. രണ്ടാം ഘട്ട ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. അതേസമയം ഇസ്രായേലി ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ ഹമാസ് വിട്ടു നൽകിയെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഹമാസ് ആയുധം താഴെ വെക്കണമെന്നും അല്ലെങ്കിൽ അമേരിക്ക അവരെ നിരായുധീകരിക്കും എന്നുള്ള അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് കൂടുതൽ മൃതദേഹങ്ങൾ വിട്ടു നൽകിയത്. അതേസമയം ഹമാസ് സമാധാന കരാർ ലംഘിച്ചെന്നും അതിനാൽ ഗാസയിലേക്കുള്ള അന്താരാഷ്ട്ര സഹായം നിയന്ത്രിക്കാനും ഈജിപ്തിലേക്കുള്ള തെക്കൻ അതിർത്തി തുറക്കുന്നത് വൈകിപ്പിക്കാനും തീരുമാനിച്ചതായി ഇസ്രായേൽ പ്രഖ്യാപിച്ചു. തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ കഴിയുന്നില്ല എന്നാണ് ഹമാസിന്റെ വിശദീകരണം.